ഈ BJP നേതൃത്വം യാതൊരു മര്യാദയുമില്ലാതെ മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പിടികൂടി BJPയുടെ ഭാഗമാക്കുക എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തന ശൈലി അത് പിന്തുടരുകയാണ് കുറേ നാളുകളായി. ഇവിടെ BJPയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മറ്റു പാർട്ടികളിൽപ്പെട്ടവരെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചും കൂടെ കൊണ്ടുവരികയല്ല വേണ്ടത്. ജനാധിപത്യപരമായ രാഷ്ട്രീയ ചർച്ചയിലൂടെ ആളുകൾ നിലപാട് മാറ്റാം. രാഷ്ട്രീയ നിലപാടുകൾ മാറുക രാഷ്ട്രീയ ജീവിതത്തിൽ പാടില്ലാത്ത കാര്യമല്ല, നിഷിദ്ധമായ കാര്യമല്ല. പക്ഷേ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും BJP അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ഈ ശ്രമം അപലപനീയമാണ്. അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വം ആലോചിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ഭാഗമായി ദീർഘമായി ജീവിച്ചു പോന്ന ഉദാഹരണത്തിന് ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു, അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു. വലിയ തകർച്ചയിൽ നിന്നും കോൺഗ്രസിനെ കേരളത്തിൽ പുനരുജ്ജീവിപ്പിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീമാൻ കെ കരുണാകരൻ്റെ കുടുംബത്തിൽപ്പെട്ട കരുണാകരൻ്റെ മകളുമാണ്. ഇത്തരത്തിലുള്ളവരെ പോലും സ്വന്തം പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത നിലയിൽ ഒരു കഴിവുകെട്ട നേതൃത്വമാണ് കോൺഗ്രസ് എന്ന് വരുന്നതും ദുഃഖകരമാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ആര് പോയാലും ഒന്നുമില്ല എന്ന മട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു ശൈലി അത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം അപകടകരമാണ്. സ്വേച്ഛാധിപത്യപരമായി പ്രവർത്തിക്കുന്ന BJP കോൺഗ്രസിനെ ഒരു തരത്തിലും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയില്ല, വിടില്ല എന്ന മട്ടിൽ വല്ലാത്ത വൈരാഗ്യത്തോടുകൂടി എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന രീതികളും ഉപേക്ഷിച്ചുകൊണ്ടാണ് BJP നീങ്ങുന്നത്. അപ്പോൾ BJP നേതൃത്വത്തിൻ്റെ ഈ പോക്കും ശരിയല്ല. ഇത്തരത്തിൽ BJPക്ക് വഴങ്ങുന്ന വിധം കോൺഗ്രസിൻ്റെ പ്രമുഖ പ്രവർത്തകരെ വിട്ടുകൊടുക്കുന്ന കോൺഗ്രസിൻ്റെ രീതിയും ശരിയല്ല. അതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. പക്ഷേ അഭ്യൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറയാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. പക്ഷേ BJP കോൺഗ്രസിൻ്റെ ഒട്ടേറെ പ്രമുഖരെ കോൺഗ്രസിൽ നടത്തിയെടുത്ത് BJPയുടെ ഭാഗമാക്കിയത് രണ്ട് മാർഗങ്ങളാണ്: പ്രലോഭനം, ഭീഷണി. ഇപ്പം അജിത് പവാറിനെ NCPയുടെ അജിത് പവാർ പോയി ശ്രീ ശരത് പവാറിനോട് പറഞ്ഞതായി കേട്ടത് ഒന്നുകിൽ ഞങ്ങൾ ജയിലിലടയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിമാരാകാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെയധികം ആപൽക്കരമാണ്. അല്ല, ഇത് പിന്നെ തൃശ്ശൂർ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യമാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസും UDFും വലിയ തകർച്ചയിലാണ്. പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനും തമ്മിലുള്ള സംഭാഷണ ഭാഷ എന്താണെന്നുള്ളത് ഇപ്പം അങ്ങാടിപ്പാട്ടാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ അറിയുമ്പോൾ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരാകെ മനസ്സ് തകർന്നു നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ ധാരാളം പേർ കോൺഗ്രസും UDF ഉപേക്ഷിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി രാഷ്ട്രീയ കാരണങ്ങളാൽ സഹകരിക്കാൻ തയ്യാറായിട്ട് കുറേ കാലമായി. ഇപ്പോൾ അനിൽകുമാറിനെ പോലുള്ള KPC സെക്രട്ടറി ആയിരുന്നവർ, മറ്റൊരു ഒട്ടേറെ നേതാക്കന്മാർ. അപ്പോൾ BJPയുടെ വർഗീയ പാളയത്തിലേക്ക് പോകാതെ കോൺഗ്രസ്സിലുള്ള ചിന്തിക്കുന്ന വിവിധ തലങ്ങളിലുള്ള പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ AK ആന്റണിയുടെ മകൻ പോയി, ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ, പ്രമുഖ നേതാക്കന്മാരുടെ മക്കൾ തന്നെയാണ് ഇപ്പം BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ നേതാക്കന്മാരുടെ മക്കൾ പോകുന്നു, പക്ഷെ വേറെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കും പലരും വരുന്നുണ്ട്. അത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. അപ്പം ഇതിൽ പ്രമുഖ നേതാക്കന്മാരുടെ മക്കളോ ഒക്കെ പോകുമ്പോഴാണ് മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് പിന്നെ നിശ്ചയമായും കോൺഗ്രസിനും UDFിനും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഇത് മാറും എന്നുള്ളതിനകത്തൊരു സംശയമില്ല.